സോ നമ്മുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാൽ, പ്രത്യേകിച്ച് അതൊരു ഐഫോൺ ആണ് എന്നുണ്ടെങ്കിൽ, എടുത്തുകൊണ്ട് പോകുന്ന വ്യക്തി ആദ്യം ചെയ്യുന്നത് കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്ത് എയർപ്ലെയിൻ മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വൈഫൈ അതോടൊപ്പം മൊബൈൽ ഡാറ്റ ഇതെല്ലാം അപ്പാടെ ഡിസേബിൾ ആവും. ഇതോടുകൂടി നമുക്ക് ഫോണിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കാതെ വരും. നമ്മൾ നോർമലി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളുടെ സെയിം ആപ്പിൾ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് iCloud.com വഴി ഫൈൻഡ് മൈ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡിവൈസിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമുക്ക് ആക്ടിവേഷൻ ലോക്കിലേക്കോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡേറ്റ ഇറേസ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കോ പോകാൻ സാധിക്കും. പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല. നമുക്ക് ഫോൺ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താലും ഫൈൻഡ് മൈയിൽ നമുക്ക് ലോസ്റ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ പ്രോക്സിമിറ്റിയിൽ മറ്റേതെങ്കിലും ആപ്പിൾ ഡിവൈസ്, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ആപ്പിൾ ഡിവൈസ് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഫോൺ ആ ഫോണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിൻ്റെ ലൊക്കേഷൻ ഫൈൻഡ് മൈയിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിനൊന്നും ഇടവരുത്താതെ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വ്യക്തിക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മളെ ഫോൺ എളുപ്പം ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാറ്റിയിട്ടാൽ മതി. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ആർക്കും നമ്മളെ ഫോൺ ഇതുപോലെ കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യുന്നത് ആദ്യമേ ഡിസേബിൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ സിം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിം നിങ്ങളുടെ ഫോണിൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫിസിക്കൽ സിം ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സിം ആർക്ക് വേണമെങ്കിലും റിമൂവ് ചെയ്യാം. അതോടെ നമുക്ക് മൊബൈൽ ഡാറ്റ കണക്ഷൻ വിച്ഛേദിക്കും. എന്നാൽ ഈ സിം ആണെന്നുണ്ടെങ്കിൽ അത് സാധിക്കത്തില്ല. അതോടൊപ്പം ഞാൻ ഇനി പറയുന്ന ഈ സെറ്റിംഗ്സ് കൂടെ മാറ്റിയിട്ടാൽ യാതൊരു കാരണം വെച്ചാലും അവർക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇനി സ്വിച്ച് ഓൺ എപ്പോൾ ചെയ്താലും അപ്പം തന്നെ നമ്മുടെ ഡിവൈസിൻ്റെ ലൊക്കേഷനും ലഭിക്കുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ ഫേസ് ഐ ഡി എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. ഫേസ് ഐ ഡി ആൻഡ് പാസ്വേഡ്. ഇതിൽ പാസ്വേഡ് എൻ്റർ ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെ നിങ്ങൾ കാണുന്ന ഈ കുറച്ച് ഓപ്ഷൻസ്, അലോ ആക്സസ് വെൻ ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻസിൽ ഇതിൽ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഓപ്ഷൻസ് എല്ലാം ഡിസേബിൾ ചെയ്ത് വെക്കുക. ടുഡേ വ്യൂ ആൻഡ് സെർച്ച് ഓപ്ഷൻ, നോട്ടിഫിക്കേഷൻ സെൻറ്റർ, കൺട്രോൾ സെൻറ്റർ, ഈ മൂന്നെണ്ണം. അതിൽ വളരെ പ്രധാനമാണ് കൺട്രോൾ സെൻറ്റർ. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് ഫേസ് ഐ ഡി ഉണ്ടെങ്കിൽ മാത്രം, അതായത് നമ്മുടെ ഫേസ് ഐ ഡി റെക്കഗ്നൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ടുഡേസ് വ്യൂ സെർച്ചും നോട്ടിഫിക്കേഷൻ സെൻറ്ററും കൺട്രോൾ സെൻറ്ററും ആർക്കും ആക്സസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം വേറെ ആര് ഫോൺ എടുത്താലും ഈ പറഞ്ഞ മെസ്സേജുകളോ റിപ്ലൈ വിത്ത് മെസ്സേജോ നോട്ടിഫിക്കേഷൻ സെൻറ്ററോ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ ഞാൻ ഈ പറഞ്ഞ സെറ്റിങ്സും ഈ സിമ്മും നിങ്ങളുടെ ഐഫോണിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഇതുപോലുള്ള തെഫ്റ്റുകളിൽ നിന്ന് നമ്മളുടെ ഫോണിനെ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ട്രാക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടന്റ്സിന് ഇന്ന് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക.